ഫോട്ടോ എടുക്കുന്നവരെല്ലാവരും വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് അല്ല. കോർപ്പറേറ്റ് ലെവലിലാണ് അവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. ആ ഒരു സിസ്റ്റം പുതിയ ജനറേഷന്റെ ലാംഗ്വേജും അവരുടെ ലോകവും മനസ്സിലാക്കാൻ ഫ്രീലാൻസേഴ്സ് ആണെങ്കിൽ കൂടെ അവർ ഈ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അന്നത്തെ ദിവസം അവർ കമ്പനിയുടെ Hello everyone, welcome to Your Story, Kerala's first wedding photography podcast where every untold stories finds its voice. In 2024, we launched the podcast season 1 and we got an incredible response to that. So today we are here with the season 2, hoping for the best and looking forward to the new season as well. So ഇന്നത്തെ ഒരു ഗസ്റ്റ് നമ്മുടെ ഞാനൊരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാം. ഹോപ്പ് യു ഗെറ്റ് ദാറ്റ്. ഒരു 2500 ആകെ 20 ഫോട്ടോ മതിയില്ലേ? ചെറിയ പരിപാടി, ബർത്ത്ഡേ ചെറിയ പരിപാടി, ഓക്കെ കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, ഒരു ചെറിയ ക്യാമറ വാടകയ്ക്ക് എടുക്കുക. ഒരു 2000-2500 രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു ക്യാമറ വാടകയ്ക്ക് കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ലെൻസ് വേണം. ലെൻസിന് ഒരു 1000 രൂപ അത് കൊടുക്കുക. അപ്പൊ ലൈറ്റ് വേണമല്ലേ? ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ് വേറെ വാടകയ്ക്ക് ഒരു 500. സോ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വോയിസ് കേൾക്കാത്ത എനിക്ക് തോന്നണില്ല കേരളത്തിലുള്ള ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അത്രമാത്രം എഫക്റ്റീവും കുറച്ച് ജെന്യൂൻ ആയിട്ട് പറഞ്ഞ ഒരു ഒരു റീലാണത്. സോ ദ പേഴ്സൺ ബിഹൈൻഡ് ഇറ്റ്, ദ മാൻ ബിഹൈൻഡ് ഇറ്റ്, ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ജോമോൻ, Candicam Photography and a business consultant for wedding photography also. Welcome, Jomon. താങ്ക് യു. വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഒരു പോഡ്കാസ്റ്റിൽ ഇരിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. എനിക്കിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത്, റീൽസ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. നമ്മൾ സംസാരിക്കാൻ ക്ലാസ് എടുക്കുന്നതും റീൽ ചെയ്യുന്നതൊക്കെ വർത്താനം പറയാനുള്ള ഇഷ്ടം കൊണ്ടാണ്. ഓക്കെ, ജോമോൻ്റെ ഒരു ശരിക്കും ഈ റീൽ ഫസ്റ്റ് ഞാൻ കാണുന്ന സമയത്ത് ഈ റീൽ പറയുന്ന പല കാര്യങ്ങളും ഒരു ഷൗട്ട് ഔട്ട് പോലെ. കാരണം പലവരും പറയണമെന്ന് വിചാരിച്ച കുറേ കാര്യങ്ങളാണ് ജോമൻ ആ വീഡിയോയിൽ പറഞ്ഞത്. അതുകൊണ്ടൊക്കെ തന്നെ തോന്നുന്നു എനിക്കതിനകത്ത് ഭയങ്കര ഓത്തൻറ്റിസിറ്റി ഫീൽ ചെയ്തു. ഭയങ്കര ഓത്തൻറ്റിക് ഇതാണ്, കാരണം ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് അത് പറഞ്ഞത്. ജോമൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് ഇതിൻ്റെ അകത്തൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്താൽ കൊള്ളാമെന്നും കൂടി ഉണ്ട്. ജോമോൻ്റെ ഒരു ജേർണി സ്റ്റാർട്ടിങ് ഫ്രം ദർ. എന്തായിരുന്നു ജോമോൻ, എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്ന, ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദിസ് വൈറൽ വീഡിയോ? ഞാനൊരു 12 വർഷമായിട്ട് ഇപ്പം വെഡിങ് ഫോട്ടോഗ്രാഫറാണ്. അപ്പം അതിനു മുമ്പ് ഞാൻ പല ജോലികൾ ചെയ്തിട്ടുണ്ട്. ചെറുത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ന്യൂസ് പേപ്പർ ബോയ് ആയിട്ട് ആണ് എന്തെങ്കിലും ചില്ലറ ആദ്യമായിട്ടൊക്കെ വാങ്ങിച്ചു തുടങ്ങുന്നത്. നമുക്ക് കിട്ടി തുടങ്ങി. അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും എനിക്ക് ഒരിക്കലും ഞാൻ ഫോട്ടോഗ്രാഫർ ആവുന്ന എൻ്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു സംഭവമാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ സാഹചര്യങ്ങൾ പലതും നമ്മളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്കൊരു മെൻറ്റർ ഇല്ലാതെ പോകുമ്പം നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പം ബിഗിനർ ലെവലിലുള്ള പല ആൾക്കാരും ഇപ്പോൾ കുറേയും കൂടി എളുപ്പമാണത്. അപ്പോൾ അന്നത്തെ കാലത്തിൽ കുറച്ചും കൂടി നമുക്ക് ഇതാണോ റൈറ്റ് അതാണോ റൈറ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എന്ത് ചെയ്യുന്നു അത് ചെയ്യുക. ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞു, അപ്പോൾ നല്ല മാർക്കുള്ളത് കൊണ്ട് ഹ്യൂമാനിറ്റീസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്നെ അടുത്തത് ഒരു ഡിഗ്രി വേണം. അപ്പോൾ കേരളവർമ്മ കോളേജിൽ BA എക്കണോമിക്സ് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കണം ഇനി എന്ത് ചെയ്യും. അപ്പോൾ കൂട്ടുകാരൊക്കെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് നല്ലത് തന്നെ ആയിക്കോട്ടെ, 4 വർഷത്തെ ഡിഗ്രി. അപ്പോൾ 24ാമത്തെ വയസ്സിൽ ഞാൻ കോളേജിൽ പഠിക്കുക. ആലോചിച്ച് നോക്കണം. അവിടുന്ന് പിന്നെ ഹോട്ടൽ ഫീൽഡിൽ പോയി. അതൊന്നും സെറ്റാവണില്ല. കാരണം നമ്മുടെ പണി അതല്ല എന്നുള്ളതാണ്. അവിടെ എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്ന് പിന്നെ ഞാൻ ദുബായിലെത്തിയിട്ടാണ് ഞാനൊരു ക്യാമറ സ്വന്തമായിട്ട് വാങ്ങി. അതിന് മുമ്പ് ഇങ്ങനെ ഫോട്ടോഗ്രാഫിയുടെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ ക്യാമറ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും ടൂറൊക്കെ പോകുമ്പോഴായാലും ഫിലിം ക്യാമറയിലൊക്കെ ആയാലും നമ്മൾ ഫോട്ടോ എടുക്കാനും പരിപാടികളൊക്കെ നിൽക്കും. പക്ഷേ ഫോട്ടോഗ്രാഫർ ആവും, പ്രൊഫഷണലായിട്ടാവുന്നൊന്നും ഒരു തരത്തിലും എനിക്ക് ചിന്തയില്ല. ദുബായിൽ വെച്ചിട്ടാണ് ഞാൻ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ കാര്യങ്ങൾ പഠിക്കുന്നത്. അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ദുബായിൽ നിന്ന് ജോലിയൊക്കെ വിട്ട് നാട്ടിൽ വരുന്നു. നാട്ടിൽ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കല്യാണം കഴിക്കാൻ വന്നിട്ട് ആക്ച്വലി ഞാൻ ഗൾഫുകാരനാണ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച ആളാണ്. അപ്പോൾ പെൺകുട്ടികളുടെ ഇടയിൽ ഒരു ഡിമാൻഡുള്ള ഒരു സാധനമാണ്.
ഓക്കെ. അപ്പോൾ ഇവർക്ക് ഗൾഫിൽ പോവാം, അല്ലെങ്കിൽ പുറത്ത് പോവാം, കാനഡയിൽ പോവാം, UK പോവാം. ഞങ്ങൾ ഷെഫുമാർക്കൊക്കെ അങ്ങനെയാണല്ലോ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ ഡാർക്ക് ട്രൂത്ത് മനസ്സിലാവണത് എൻ്റെ വൈഫിന്. ഈ പുള്ളിക്ക് ഒരു പരിപാടിയില്ല. അപ്പോൾ ഞാൻ മൂപ്പരടുത്ത് ചോദിച്ചു, ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ പിന്നെ കൺസെൻറ്റ് വേണമല്ലോ നമുക്ക്. അതെ. അപ്പോൾ അങ്ങനെയാണ് ഒരു ഓണക്കാലത്താണ് ഞാൻ ഫോട്ടോഗ്രാഫറാണ്. നമുക്ക് ഈ പറയുന്ന ഓണത്തിന് ചിങ്ങമാസത്തിലെ ആദ്യത്തെ സൺഡേ, തിരക്കുള്ള ഒരു സൺഡേ അതാണ് ഫോട്ടോഗ്രാഫർമാർ ജനിക്കുന്ന മാസം. സമയം. ആ സമയത്താണ് ഞാനും ഫോട്ടോഗ്രാഫറായി. പിന്നെ അവിടുന്ന് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് പതുക്കെ ബിൽഡ് ചെയ്തിട്ടാണ് വളരെ സ്ലോലി ആണ് ഞാൻ 12 വർഷം കൊണ്ടാണ് ഇപ്പോൾ ഉള്ള ഫോട്ടോഗ്രാഫറായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അതാണ് വേണമെങ്കിൽ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഒരു ജേണി എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് ജേർണി അല്ല, 12 years. 12 years പ്ലസ് അതിന് മുമ്പ് പിന്നെയുണ്ട് കുറെ നീളത്തിൽ. മുന്നുണ്ടായിരുന്ന ഈ പറഞ്ഞ നമ്മളെ ഈ എക്സ്പീരിയൻസ് എല്ലാം ഈ ഫോട്ടോഗ്രാഫി എന്നുള്ളൊരു സംഭവത്തിലേക്ക് വരുമ്പോൾ ഈ ബിസിനസ് ഇപ്പോൾ ഞാൻ ജോമോൻ്റെ ഇപ്പോൾ 1-2-3 ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഫോട്ടോഗ്രാഫി എന്നുള്ളൊരു ഒരു ജേർണി കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തിയല്ലോ നമ്മൾ. നമുക്കൊരു ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് എന്നുള്ളൊരു ഇതിനകത്തേക്ക് വരുന്ന ആ ഒരു മൊമെൻറ്റിൽ ഈ 12 years കൂടാതെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തിട്ടുള്ള കുറേ ജോലികളും മറ്റുള്ള കുറേ പീപ്പിൾ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ ആയിട്ട് ഇടപെട്ടിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അതേ പറഞ്ഞാൽ ഈ 12 years മാത്രമല്ല, ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസും കൂടി ഈ ബിസിനസ് കൺസൾട്ടൻ്റ് എന്നുള്ളൊരു ചേഞ്ചിലേക്ക് വരും. തീർച്ചയായിട്ടും ജോമോൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? അത് ഈ നമ്മുടെ എക്സ്പീരിയൻസ് മാത്രമല്ല, ഇപ്പം നമ്മൾ പല ഏരിയയിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നാട്ടിൽ നിന്നിട്ട് ഒരു കാര്യം പഠിക്കുന്നതും നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് ഒരു കാര്യം പഠിക്കുന്നതും രണ്ട് പരിപാടിയാണ്. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, കൊളീഗ്സ് അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഇവരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്രയും ഡിഫറെൻറ്റ് കൾച്ചേഴ്സും ലാംഗ്വേജസും പരിപാടികളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു 4 വർഷം സ്പെൻഡ് ചെയ്യാണ്. അതിൽ മെജോറിറ്റി മലയാളികളാണ്. പക്ഷേ ആ മലയാളികൾ തന്നെ എല്ലാ ജില്ലയിൽ നിന്നുള്ള മലയാളികൾ. അപ്പോൾ അവരുടെ രീതികളും കാര്യങ്ങളും അതോടൊപ്പം നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു പല ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. പിന്നെ അത് കഴിഞ്ഞ് ദുബായിൽ പോന്നു. അവിടെ വേറെ രാജ്യങ്ങളിലുള്ള ഗസ്റ്റുകളാണ് ഡീൽ ചെയ്യുന്നത്. ഫ്രണ്ട് ഓഫീസിൽ ഞാൻ റിസപ്ഷനിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവിടെ അറബികൾ തൊട്ട് നൈജീരിയക്കാർ, പാകിസ്ഥാനികൾ, പിന്നെ റഷ്യ എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇവർക്ക് ഭയങ്കര സീനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ആൾക്കാരായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കുമരകം ലേക്ക് റിസോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഹൈ ക്ലാസ് ആൾക്കാരാണ് വരിക. ഇംഗ്ലീഷുകാരൊക്കെ ആണെങ്കിലും നമ്മളെന്താ പറയുക, അത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് ഒരു നൈറ്റ് സ്റ്റേക്കൊക്കെ അന്ന് 30,000 രൂപയും 28,000 രൂപയൊക്കെയും ഒരു നൈറ്റിന് അന്ന് ഒരു 12-14 വർഷം മുമ്പ്. അപ്പം നമ്മൾ എല്ലാ ടൈപ്പ് ആൾക്കാരായിട്ട് ഈ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ട് നമുക്കത് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഒരു വെഡിങ്ങിന് പോകുമ്പോൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പൊളൈറ്റ് അല്ലാതെ റൂഡായിട്ട് സംസാരിക്കാൻ പറ്റില്ല എനിക്ക്. അതിൻ്റെ കാരണം ഞാൻ അതിൽ ട്രെയിൻഡാണ്. എന്നെ അങ്ങനെ ട്രെയിൻ ചെയ്തേക്കുക. അപ്പോൾ എനിക്ക് ഒരു കസ്റ്റമറെ നോക്കിയിട്ട് ഷാർപ്പായിട്ട് ഒരു കാര്യം പറയാന്ന് പറയുന്നത് അത് വേറൊരു രീതിയിലാണ് നോ പറയാൻ പറ്റുള്ളൂ. നോ പറയും, പക്ഷെ വളരെ നൈസായിട്ട് പറയാൻ പറ്റും. അതിനും ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അതേപോലെ ഇപ്പം നമ്മൾ വേറൊരു ഉദാഹരണത്തിൽ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പറയുന്നവരാണ്, നമ്മളൊരു ക്ലയൻറ്റിൻ്റെ പൈസ ചോദിക്കുന്ന രീതിയുണ്ട്. മിക്ക ഫോട്ടോഗ്രാഫേഴ്സും ഫെയിൽ ആവുന്ന ഒരു സ്ഥലം അതാണ്. നമ്മൾ പൈസ ചോദിക്കുക എങ്ങനെയാണ്? ഞങ്ങൾ അതിനൊരു ട്രിക്ക് ഉണ്ട്. ഇപ്പം നമ്മൾ പൈസ ചോദിക്കുക എന്ന് പറഞ്ഞാൽ, ചോദിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ടഫ് പരിപാടിയാണ് അല്ലേ? നമുക്ക് കിട്ടാനുള്ള കാശാണെങ്കിലും ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഗസ്റ്റിൻ്റെ അടുത്ത് എങ്ങനെ ചോദിക്കാന്ന് അറിയോ? സാർ എങ്ങനെയാണ് പേ ചെയ്യണേ? ആർ യു പേയിങ് ബൈ ക്യാഷ് ഓർ കാർഡ്? ഓപ്ഷനും കൊടുക്കുക, നിങ്ങൾ ക്യാഷാണോ കാർഡാണോ പേ ചെയ്യണേ? അപ്പോൾ അവർ പറഞ്ഞു ഞാൻ രണ്ടും പേ ചെയ്യുന്നില്ല എന്ന് സാധാരണഗതിയിൽ ആരും പറയാറില്ല. ഓൺ അറൈവല്, അതായത് ഞാൻ ഹോട്ടലത്തെ കാര്യം പറഞ്ഞു, ഓൺ അറൈവല് നമ്മൾ ഫുൾ പേയ്മെന്റ് മേടിക്കും. ഞങ്ങൾ ചെക്കൗട്ടിന്റെ സമയത്തല്ല. അതൊരു സ്കില്ലാണ്. അത് നമ്മൾ ഹോട്ടലിൽ നിന്ന് പഠിച്ചതാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ഈ വെഡിങ് ഇൻഡസ്ട്രിയിലും ഈ പേയ്മെന്റ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ട്രെയിൻ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള റിസോഴ്സ് കണ്ടെത്തി ട്രെയിൻ ചെയ്യേണ്ട ഒരു പരിപാടി. ഇതേപോലെ കുറേ സ്കില്ലുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അതൊക്കെ എന്നെ സ്വാഭാവികമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ ബിസിനസ് ക്ലാസ്സിലേക്ക് ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഈ ബിസിനസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് പലവരും അതായത് ഈ ബിസിനസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഒരു പോസ്റ്റർ അല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു ബിസിനസ് ക്ലാസ് നടത്തുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് അതിനകത്തൊക്കെ അപ്ലൈ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അതെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പം 2-3 ക്ലാസ് ഞാനാണെങ്കിലും വന്നിട്ടുണ്ട് ജോമോൻ്റെ. അപ്പോഴും ഇവർ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇതിനകത്ത് എത്ര പെർസെൻറ്റേജ് ആൾക്കാർ ഇത് ജെന്യൂനായിട്ട് ഇവരത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് പലപ്പോഴും സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 വർഷം അതിനെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കുകയും പോഡ്കാസ്റ്റുകൾ കേൾക്കുകയും അങ്ങനെ അതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു ഇപ്പോഴും. അപ്പം നമ്മൾ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും എന്താ കിട്ടുക വെച്ചാൽ ഒരു എക്സ്പോഷർ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയും പരിപാടികളുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതേ സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പോഷറിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ സെൽഫായിട്ട് പഠിക്കാനായിട്ടും അതിനെ കണക്ട് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാം, നമുക്ക് പോഡ്കാസ്റ്റുകൾ കാണാം. അങ്ങനെ ആ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നിൽക്കാൻ പറ്റണം കണ്ടിന്യൂസ് ആയിട്ട്. എന്നാൽ മാത്രമേ അത് ഡെവലപ്പ് ആവുള്ളൂ. ഇപ്പം നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കുക എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രാക്ടീസാണ്. അപ്പോൾ അത് എല്ലാ ദിവസവും കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വയ്ക്കും. ഞാൻ പറയുകയാണെങ്കിൽ ഒരു പുസ്തകത്തിന്റെ ഒരു 10 പേജ് ഒരു ദിവസം വായിച്ചാൽ നമ്മളൊരു വർഷം കഴിയുമ്പോൾ വേറെ ആളാവും. എന്റെ എക്സ്പീരിയൻസ് എന്നാ ഞാൻ പറയണേ. പക്ഷെ അത് ചെയ്യാനുള്ള ഒരു ഫയർ എന്ന് പറഞ്ഞാൽ നമുക്കത് അതിന് റിസൾട്ട് അറിയാത്തത് കൊണ്ടത്. വേറൊരു കാര്യത്തിൽ തോന്നുന്നുണ്ട്, ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് വേണം എന്നുള്ളൊരു ഇന്റൻഷനിലാണോ കൂടുതൽ പേര്? അല്ലെങ്കിൽ അതെ, അതായത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ഇപ്പൊ തന്നെ സുഖം കിട്ടണം. അത് നമ്മൾ റീല് കാണുന്ന അങ്ങനെയാണല്ലോ, ഇൻസ്റ്റന്റ് ആയിട്ട് ആ ഡോപ്പമൈൻ അടിച്ചുകൊണ്ടിരിക്കും. അതാണ് റീലിന്റെ പ്രത്യേകത. ഇതേപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പൊ തന്നെ ഒരു റിസൾട്ട് വരും. ഇപ്പൊ ജിമ്മിൽ പോയി ഇന്ന് 2 പെടപെട ചെയ്യുമ്പോൾ നാളെ മസിൽ ഉരുണ്ട് വരണം, അങ്ങനെ പറയണ പരിപാടി ഒരിക്കലും സംഭവിക്കില്ലല്ലോ. 5-6 വർഷം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അയാൾ ട്രെയിൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആവുണ്ടാവുക. അപ്പൊ അതേ സെയിം പരിപാടിയാണ് എന്ത് കാര്യം. ഫോട്ടോഗ്രാഫി ഒരു ദിവസം കൊണ്ട് പഠിച്ചതല്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് ബാക്കിയുള്ള സ്കില്ലുകൾ അങ്ങനെ പഠിക്കണം എന്ന് നമ്മൾ വിചാരിക്കണേ? ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഒരു ഫോട്ടോഗ്രാഫർ ആവണമെങ്കിൽ മിനിമം 5 വർഷം പ്രാക്ടീസ് ചെയ്യണം. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ ആവണമെങ്കിൽ വെഡ്ഡിങ് എടുത്ത് ഒരു 5 വർഷങ്ങൾ പ്രാക്ടീസ് ഉള്ള ആളെ മാത്രമേ നമുക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ എന്നുള്ള ലേബലിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. വെഡ്ഡിങ് എടുക്കുന്നുണ്ടാവും ആൾക്കാർ, പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 5 years എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വേണം. ഫോട്ടോ എടുക്കുന്നവരെല്ലാവരും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് അല്ല, അത്രേ ഉള്ളൂ. അത് ക്ലയൻറ്റ് ഡീലിംഗ് തൊട്ട് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഒരു സ്കില്ല്, പിന്നെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്കില്ല് പതുക്കെ റെഗുലറായിട്ട് ട്രെയിൻ ചെയ്ത് അതിനെ പോളിഷ് ചെയ്ത് അങ്ങനെയാണ് ഇത് വരുന്നത്. ഈ ഒരു സാധനം എനിക്ക് കിട്ടിയത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഇതിനകത്തേക്ക് വരാം. നമ്മുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മിക്കവരും, ഞാൻ വേറൊരു ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചത്, ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും എന്താണ് സിസ്റ്റം ബിൽഡിംഗ് എന്നറിയില്ല. കാരണം മിക്കവരും ഇപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞതാണ്, വെഡ്ഡിങ് കമ്പനിയും സ്റ്റുഡിയോയും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പലപ്പോഴും പല ക്ലാസ്സിലും ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. വെഡ്ഡിങ് കമ്പനിയും എന്താണ് സ്റ്റുഡിയോയും വെഡ്ഡിങ് കമ്പനിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എനിക്കറിയില്ല. ഈ ലൈവ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും സ്റ്റുഡിയോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കുമുള്ളൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ വെഡ്ഡിങ് കമ്പനി ആൻഡ് എ സ്റ്റുഡിയോ ഓണർ? അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അതെ, വെഡ്ഡിങ് കമ്പനിയും സ്റ്റുഡിയോയും രണ്ടും വേണം, അതാണ് അതിൻ്റെ ഉത്തരം. നമുക്ക് സ്റ്റുഡിയോസും വേണം, വെഡ്ഡിങ് കമ്പനിയും വേണം. അപ്പം സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു കംഫർട്ട് സോണാണ്. ആ കംഫർട്ട് സോണിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ രാവിലെ വരുന്നു, ഷട്ടർ പൊക്കുന്നു, അതിൻ്റെ അകത്ത് കയറുന്നു, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഒരു വെഡ്ഡിങ് വരുന്നു, ഇടയ്ക്ക് ഒരു ചെറിയ മാമോദീസ പരിപാടികളൊക്കെ വരുന്നു, കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷനൊക്കെ വരുന്നു. അത് നമ്മൾ തന്നെ പോയി ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിട്ടെടുക്കുന്നു. അങ്ങനെ ചെറിയ പരിപാടിയുടെ ഉള്ളിൽ നടക്കുന്നു. വെഡ്ഡിങ് കമ്പനി എന്ന് പറയുമ്പം അത് സ്കെയിലബിൾ ബിസിനസ്സാണ്.
അതൊരു ബിസിനസ്സാണ്. അപ്പോൾ അതിൽ തന്നെയുണ്ട് ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രിവൺ ബൈ എ സിസ്റ്റം. ഒരു സിസ്റ്റം ഡ്രിവൺ പരിപാടിയാണ് അതെ. കമ്പനി. ഇപ്പം നമ്മൾ ലോകത്തുള്ള ബാക്കിയുള്ള എല്ലാ ബിസിനസ് എടുത്ത് നോക്കിയാലും കമ്പനീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഓണറല്ല എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഷട്ടർ തുറന്ന് എംപ്ലോയീസൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ഓണർ വന്നില്ലെങ്കിലും ഈവൻ മാനേജർ വന്നില്ലെങ്കിലും ആൾക്കാരെല്ലാവരും വരും, കറക്റ്റ് സമയത്തിന് വർക്ക് ചെയ്യും, കറക്റ്റ് സമയത്തിന് പഞ്ച് ഔട്ട് ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്യും. സോ എന്താണ് അത് ഡ്രിവൺ പരിപാടി എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റമാണ്. ഇപ്പോൾ വെഡ്ഡിങ് കമ്പനീസിൽ നമ്മൾ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, ആ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതാണ് മെയിൻ ഡിഫറൻസ്. ഓണർ ഒരു ദിവസം ഹാർട്ട് അറ്റാക്ക് വന്ന് തീർന്നു പോയാൽ എന്ത് സംഭവിക്കും? അതോടുകൂടി സ്റ്റുഡിയോ ഒന്നിൽ വേറൊരാൾ അത് വാങ്ങിച്ച് നടത്തും, അല്ലെങ്കിൽ അതോടുകൂടി അവസാനിക്കും. ഇവിടെ ഒരു വെഡ്ഡിങ് കമ്പനിയിൽ ഇതേ സെയിം സിനാരിയോ വന്നാൽ എന്താ സംഭവിക്കുക? ശരിക്കും സംഭവിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതേ ജോലി വേറൊരാൾ ടേക്ക് ഓവർ ചെയ്തിട്ട് അല്ലെങ്കിൽ അടുത്ത അതിൻ്റെ ഒരു ഓണർ ടേക്ക് ഓവർ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. ഈവൻ ഈ അടുത്ത് വരുന്ന ഇതിൻ്റെ ഓണർക്ക് ഈ ബിസിനസ് അറിഞ്ഞില്ലെങ്കിലും ഈ സിസ്റ്റം ഇതിനെ കൊണ്ടുപോയിക്കോളൂ. അതിന് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഡോക്യുമെന്റഡ് ആവുകയും ചെയ്യണം. എന്താണ് ഒരു പ്രോസസ് എന്നുള്ളത് അതെല്ലാവരും ശരിയല്ലേ? കാരണം നമുക്ക് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതിനെ പഠിക്കാനും സംവിധാനം നിലവിൽ ഭയങ്കരമായിട്ടൊന്നുമില്ല. നമ്മളൊരു ബിസിനസ് പഠിക്കാച്ചാൽ നല്ല വെഡ്ഡിങ് കമ്പനീസ് നടത്തുന്നവരൊക്കെ MBAക്കാരായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് സാധനത്തു നിന്ന് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. മിക്കവാറും നിങ്ങൾ നോക്കിയാൽ മതി, സക്സസ്ഫുൾ ആയിട്ട് ഈ സാധനം കൊണ്ടുപോകണവർ മിക്കവാറും ഫോട്ടോഗ്രാഫേഴ്സ് ആവില്ല. ഇനീഷ്യലി ദേ ആർ ബിസിനസ് പഠിച്ചിട്ടുള്ള ആൾക്കാരോ. അപ്പോൾ അതുകൊണ്ടാണ് അത് സക്സസ്ഫുൾ ആവുന്നത്. ഫോട്ടോഗ്രാഫേഴ്സ് ആയതുകൊണ്ടല്ല. അവർ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫേഴ്സിനെ ഹയർ ചെയ്ത്, ഏറ്റവും നല്ല എഡിറ്റേഴ്സിനെ ഹയർ ചെയ്ത്, ഏറ്റവും നല്ല പ്രൊഫഷണൽസിനെ ഹയർ ചെയ്ത് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഇതാണ് മെയിൻ ഡിഫറൻസ്. ഇപ്പോഴും ഞാൻ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കറിയില്ല ഇത് എത്രമാത്രം ഇപ്പോൾ വ്യൂവേഴ്സ് ആണെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും വെഡ്ഡിങ് കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണെങ്കിലും മിക്കവരെയും നിന്ന് കേട്ടിട്ടുള്ള കാര്യമാണ്. ഇത് കോർപ്പറേറ്റ് ലെവലിലാണ് അവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല, ആ ഒരു സിസ്റ്റം ഇഷ്ടമല്ല. പക്ഷെ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കോർപ്പറേറ്റ് ലെവൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സിസ്റ്റം എന്താണെന്ന് പലർക്കും അറിയില്ല. പക്ഷെ അവർ കോർപ്പറേറ്റ് രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ആ കോർപ്പറേറ്റ് രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനീനെ വളർത്തുന്നതും, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഇറ്റ്സ് ഓൾറെഡി ഒരു സിസ്റ്റം ഡ്രിവൺ സംഭവം ഉണ്ട് അവിടെ. പക്ഷെ ഇത് നമുക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്നത്. കാരണം എനിക്ക് തോന്നാം മിക്കപ്പോഴേ ഈ ക്രിയേറ്റിവിറ്റിയും ഈ പറഞ്ഞ ബിസിനസ്സും തമ്മിൽ സിങ്ക് ആവാൻ അതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഇത് എനിക്കൊരു മൂഡ് വരുമ്പോൾ ഞാൻ വർക്ക് ചെയ്യണ പരിപാടിയാണ് കൂടുതൽ. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എഡിറ്റിംഗ് പോസ്റ്റ് പ്രൊഡക്ഷനിലൊക്കെ ഇരിക്കുമ്പോൾ ഇപ്പോൾ മൂഡുണ്ടെങ്കിൽ, അപ്പോൾ ഇന്ന് മൂഡില്ലെങ്കിൽ പിന്നെ മൂഡ് വരുമ്പോൾ ചിലപ്പോൾ വൈകുന്നേരം 6 മണി പോകും. ലോഗൗട്ട്. അത് സിസ്റ്റം ആണെങ്കിൽ ലോഗൗട്ട് ആവും. സിസ്റ്റം ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അവൻ 10 മണി വരെ ഒന്ന് വർക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങും. പിന്നെ രാവിലെ വരുമ്പോൾ ചിലപ്പോൾ 12 മണിയാവും, 1 മണിയാവും. അത് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പരിപാടിയല്ല. അങ്ങനെ വേറെ ഇതിനകത്ത് ഇപ്പോൾ ഒരു ലൈവിൽ പറയണമെന്ന് കൂടെ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഒരു കമ്പനി ഇപ്പോഴും അങ്ങനെ റണ്ണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ കൊള്ളാട്ടോ അതിനകത്ത്. കാരണം ഈ കമൻറ്റിനെ ബേസ് ചെയ്തിട്ട് വി വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഈ ലൈവിൽ ഒരു കാര്യം കൂടി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം നിങ്ങൾ ആരെങ്കിലും ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഡ്രോപ്പ് ഡൗൺ ദ ക്വസ്റ്റ്യൻസ്, കമൻറ്റ് ദ ക്വസ്റ്റ്യൻസ് വിച്ച് യു ഹാവ്. നമ്മൾ പരമാവധി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ വി വിൽ ഡെഫിനറ്റ്ലി ആൻസർ ദോസ് ക്വസ്റ്റ്യൻസ് അറ്റ് ദ എൻഡ്. കേട്ടോ? പുതിയ ക്യാമറ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും ആൻസർ അല്ല. നമ്മുടെ മെയിൻ സാധനം ഇതാണ്, റിലേറ്റ് ചെയ്തിട്ടുള്ള. ഏതൊരു ക്ലാസ്സിൽ ഞാനും കേട്ടിട്ടുള്ള ഡൈവേർട്ടായി പോവുകയാണ്. എന്നാലും ഞാൻ പറയാം, ഏതൊരു ക്ലാസ്സിലൊരു അവിടെ നടക്കുന്നത് ഫോട്ടോഗ്രാഫി ക്ലാസ്സാണ്. പക്ഷെ ഒരാൾ അവിടെ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചത് എങ്ങനെ എനിക്കൊരു വെഡ്ഡിങ് കമ്പനി തുടങ്ങാം എന്നാണ് ചോദിച്ചത്. അപ്പോൾ റോങ് ക്വസ്റ്റ്യൻ അറ്റ് ദ റോങ് പ്ലേസ്. നമ്മളോട് ചോദിക്കേണ്ടത് റോങ് ക്വസ്റ്റ്യൻ അറ്റ് ദ റോങ് പ്ലേസ്. അപ്പോൾ ബിസിനസ് ആണോ നിങ്ങൾ ആ ക്ലാസ്സിൽ ബിസിനസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ബാക്ക് ടു ദ തിങ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റിവിറ്റിയും കോർപ്പറേറ്റ് രീതിയും ഒരുമിച്ച് അത് കൊണ്ടുവന്ന് ചലഞ്ചിങ് ആണ്. അതിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ
പൊതുവേ ഡിസിപ്ലിൻ കുറച്ച് കുറവായിരിക്കും. ഡിസിപ്ലിൻ ഇൻ ദ സെൻസ് ഒരു കറക്റ്റ് സമയത്തിന് എഴുന്നേൽക്കുക, കറക്റ്റ് സമയത്തിന് വർക്കിന് വരിക, കറക്റ്റ്. കാരണം നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആരും ഇല്ല ഒരു സാധനമുണ്ട് നമുക്ക് എപ്പോഴും. ഞാൻ ഫ്രീ ബേർഡ്, അതുകൊണ്ടാണ് ഈ ജോലി എടുത്തതെന്നൊക്കെ പറയും. ഇത് എൻ്റെ മുകളിൽ ആരും എന്നെ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ടൈമിനനുസരിച്ച് എനിക്ക് അതെ അതെ. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ ഇത് കാര്യമായിട്ട് ബാധിക്കും. ആസ് എ ബിസിനസ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത്. അപ്പം നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇൻ ദ സെൻസ്, ഇപ്പം ഞാൻ ഇന്ന് ഒരു എഡിറ്റർ ആണെങ്കിൽ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ട് ഒരു ടൈം സ്ലോട്ടിനുള്ളിൽ ഇരുന്ന് ഒരു വർക്ക്, ഒരു ടാർഗറ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ എനിക്ക് അത് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട്, അതായത് കൂടുതൽ എമൗണ്ട് ഓഫ് വീഡിയോസ് എനിക്ക് ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് കൂടുതൽ വെഡിങ് ആൽബം ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു ഡിസിപ്ലിനും ഇല്ല, എപ്പോഴെങ്കിലും തീർത്താൽ മതിയല്ലോ. അങ്ങനെയാണ് ഈ സാധനം കിട്ടാണ്ട് വരണേ, സമയമില്ലാണ്ടല്ല. നമ്മുടെ വർക്കുകൾ മുഴുവൻ പെൻഡിങ്ങും, ഫ്രീലാൻസേഴ്സിൻ്റെ പ്രത്യേകിച്ച് പെൻഡിങ് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ടൈമിൽ വന്ന് ടൈമിൽ പോകുന്ന പരിപാടിയില്ല. അപ്പോൾ ചിലപ്പോൾ ലീവ് എടുക്കും, ചിലപ്പോൾ വരില്ല, ചിലപ്പോൾ ഇന്നൊരു മൂഡില്ല, ഇങ്ങനെ ചിലപ്പോൾ ചില വർക്കുകൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആവില്ല, ചിലത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അപ്പോൾ അത് പ്രയോറിറ്റൈസ് ചെയ്തു. അങ്ങനെ അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമല്ല, അത് നമ്മൾക്ക് എന്താ തോന്നണം, ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ തോന്നണം അത് ചെയ്യാന്നുള്ള. അത് ഒരിക്കലും നമ്മളെ സക്സസിൽ എത്തിക്കൂല. സിസ്റ്റം നമ്മുടെ ഒരു ഓഫീസ് കൾച്ചറിൽ ഉണ്ടെങ്കിൽ ഓഫീസ് കൾച്ചറിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് ടൈമിന് വന്ന് പഞ്ച് ചെയ്യണം, കറക്റ്റ് ടൈമിന് വർക്ക് ചെയ്യണം, അത് മോണിറ്റർ ചെയ്യാൻ ആളുണ്ടാവും, അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ആളുണ്ടാവും, അത് കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ സിസ്റ്റം റൺ ചെയ്യും, നമ്മൾ അതിൻ്റെ ഒപ്പം റൺ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം നമ്മളെ പിടിച്ച് പുറത്താക്കും. അതാണ് വ്യത്യാസം. മറ്റേ സിസ്റ്റം ഇല്ല, അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് റൺ ചെയ്യും. ഇപ്പം പേഴ്സണൽ ലൈഫിലായാലും ഈ ഡിസിപ്ലിൻ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ രാവിലെ കറക്റ്റ് സമയത്തിന് എഴുന്നേൽക്കുകയും കറക്റ്റ് സമയത്തിന് ഉറങ്ങുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആവും, നമ്മുടെ ചിന്തകൾ ഷാർപ്പാവും, കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും. അതല്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് സംഭവിക്കും. ഇത് എല്ലായിടത്തും സെയിം വരും. മറ്റേതെന്തോ മഹത്തായ കാര്യവും ഇതെന്തോ ഭയങ്കര വേറൊരു കാര്യമായിട്ടാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. ക്രിയേറ്റിവിറ്റിക്കും ഒരു ഡിസിപ്ലിൻ വേണം എന്നാണ് ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ക്രിയേറ്റിവിറ്റി വേണം, പക്ഷെ അതിനും ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ടൈം റൊട്ടീൻ നമ്മൾ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കറിയില്ല എത്രമാത്രം ഇതിനകത്ത് കമൻറ്റുകൾ വരുമോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. വന്നാൽ പോലും ഞങ്ങൾക്ക് ആ ക്രിയേറ്റിവിറ്റി മതി എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ഈ ക്രിയേറ്റിവിറ്റിയുടെ മുകളിൽ ബിസിനസ്സായിട്ട് കാണുന്ന ആളാണ് ഞാൻ. വെഡിങ് ഫോട്ടോഗ്രാഫീനെ ഞാനത് എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് കാണിക്കുന്ന സ്ലൈഡാണ്. 20% ഫോട്ടോഗ്രാഫിയും 80% ബിസിനസ് എന്നുള്ളതാണ് എൻ്റെ പെർസ്പെക്റ്റീവ്. ബിസിനസ് എന്ന് പറയുന്ന സാധനത്തിനാണ് മെജോറിറ്റി പോർഷൻ. അത് നമ്മളിപ്പോൾ 20% ബിസിനസ്സും 80% ഫോട്ടോഗ്രാഫി ആകുമ്പോൾ ഈ സാധനം വളരില്ല. അത് ഈ പറയുന്ന ഇപ്പം നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ മൂല കാരണം അതാണ്. ആ പ്രയോറിറ്റി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവും. ഇതിനകത്ത് പിന്നെ ഞാനും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് മിക്കപ്പോഴും നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ആസ് എ ബിസിനസ് ഓണർ നമ്മളൊരു പോയിന്റിലേക്ക് എത്തുമല്ലോ, ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക. ആസ് എ ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ജേർണി നമ്മൾ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു പോയിന്റ് നമ്മൾ എത്തും. ഓക്കെ, നമുക്കൊരു വെഡിങ് കമ്പനി തുടങ്ങാം എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ രണ്ട് ഡൈവേർഷൻ ഒരു തീരുമാനം മസ്റ്റായിട്ട് എടുക്കേണ്ടി വരും. ഒന്നല്ലെങ്കിൽ നമുക്ക് ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിൽ പലപ്പോഴും ചിന്തിക്കണം എന്താണെന്ന് അറിയാം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഞാൻ കുറേ ഫോട്ടോഗ്രാഫറിനോട് സംസാരിച്ചപ്പോഴും അവരും പറഞ്ഞൊരു കാര്യമാണത്. ഒരു ഫോട്ടോഗ്രാഫർ, ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഞാൻ എവിടെയും വരെ പോകും, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ എൻ്റെ ഒരു ഗ്രോത്ത് നിൽക്കില്ലേ, എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി സൈഡ് കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ഒരു വെഡ്ഡിങ് കമ്പനി ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഭാവിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് നേരെ ഒരു ഓപ്പോസിറ്റിൽ ചിന്തിക്കുന്ന ഒരാളാണ്. നമുക്ക് രണ്ട് രീതിയിലും ഗ്രോ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ആസ് എ ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ജോസഫ് റാദിഖ് ആണെങ്കിലും ഇങ്ങനെ കുറേ ബിഗ് നെയിംസ് ഉണ്ട്. ഇവരൊക്കെ ആസ് എ ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ആയിട്ടാണ് പിന്നീട് ഒരു ബിസിനസ് ഹാൻഡിൽ ചെയ്യാൻ കൊടുത്ത് വേറെ ആൾക്കാർക്കാണ്. അവരിപ്പോഴും പക്ഷെ അങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ബിസിനസ് വേണോ ഫോട്ടോഗ്രാഫി വേണോ എന്നുള്ള പോയിന്റിൽ മിക്കവർക്കുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതായത് ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന സാധനം
ഞാൻ ആദ്യം പറഞ്ഞ സാധനമാണ് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ബിസിനസ്സുകാരൻ ആദ്യം ചെയ്യുന്ന പരിപാടി. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് രാവിലെ വർക്കിന് പോവുക, ഫോട്ടോസൊക്കെ എടുക്കുക, പെൻ ഡ്രൈവിലാക്കിയിട്ട് ഗൂഗിൾ ഡ്രൈവിൽ കൊടുക്കുക, വൈകുന്നേരം പേയ്മെന്റ് കിട്ടുക. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അവിടെ ഭയങ്കര സുഖമുള്ള സംഭവിച്ചു. ഒരു പരിപാടി. വൈകുന്നേരം ആകുമ്പോൾ പേയ്മെന്റ് വന്നു, നമ്മുടെ ടെൻഷൻ എല്ലാം അവിടെ തീർന്നു. പിറ്റേ ദിവസം അടുത്ത വർക്കിന് പോകുന്നു. ഇത് ഭയങ്കര കംഫർട്ട് പരിപാടിയാണ്. അതിലാകെ വേണ്ട സാധനം ഫോട്ടോഗ്രാഫി സ്കില്ലാണ്. അത് പോളിഷ് ചെയ്ത് കൊണ്ടു നടക്കാൻ കൊണ്ടു. പക്ഷെ അതിന്റെ പ്രശ്നം സ്കെയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സ്കെയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു സ്ഥലത്തെ പ്രത്യക്ഷപ്പെടാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു വർക്ക് എടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കേസ്, നമുക്കൊരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പം ഇത് നമ്മളെ റിവേഴ്സ് എഫക്റ്റ് വന്നു തുടങ്ങും. നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞു നിന്നാലും ഔട്ട്ഡേറ്റഡ് ആവും. അത് ഒരു പ്രായം കഴിഞ്ഞാൽ ആവും. നമ്മൾ തല മൊട്ടടിച്ച് നടന്നാലും, തല ബാക്കിൽ കുടുമി കെട്ടി നടന്നാലും, മുടി നീട്ടി വളർത്തി നടന്നാലും, ന്യൂ ജനറേഷന്റെ കൂടെ പിടിക്കാൻ നോക്കിയാലും ഒരു പരിധി വരെ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ പുതിയ ജനറേഷന്റെ ലാംഗ്വേജും അവരുടെ ലോകവും മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പം എൻ്റെ പിള്ളേരുടെ ലോകം എന്താന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ചൊക്കെ എനിക്ക് പറ്റുള്ളൂ. അവർ പറയണ സാധനം ഒന്നും മനസ്സിലാവണില്ല. ചില സമയത്തൊക്കെ എന്താ ഇവർ ഈ പറയണേ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ഔട്ട്ഡേറ്റഡ് ആവും. പക്ഷേ നമ്മളൊരു ബിസിനസ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് പുതിയ ജനറേഷനുള്ള പിള്ളേരായിരിക്കും. നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പിള്ളേർ അവർ അപ്ഡേറ്റഡ് ആണ്. മനസ്സിലാവണല്ലോ. നമ്മുടെ ബിസിനസ് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളൊരു ഇത് എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് ആയിട്ട് അത് കൊണ്ടു നടക്കണം എന്ന് പറയണതിന് ഇങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. ഞാൻ ആൻസർ ചെയ്തോ ചോദ്യത്തിന്? ഇല്ല, ഓക്കെയാണ്. ഓക്കെ. ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടി അറിയാനുള്ളത്, നമ്മളിപ്പോൾ ഇപ്പോൾ ആ ക്ലാസ്സിന് വന്ന സമയത്ത് ഞാൻ ഒരു വീണ്ടും ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ജോനൊരു ക്ലാസ്സിന് നടത്തുന്ന സമയത്ത് വീണ്ടും ഒരാൾ എടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ എനിക്കൊരു ഇപ്പം മിക്കവരുടെയും ഒരു വിചാരം അല്ലെങ്കിൽ ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞു, നോർത്ത് ഇന്ത്യൻ വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പനി സക്സസ്ഫുൾ ആണോ, ഇന്റർനാഷണലായി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പനി സക്സസ് ആവില്ല. നോർത്ത് ഇന്ത്യൻ വർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് രണ്ടു കാര്യങ്ങളുണ്ട്. പൈസ കൊടുത്താൽ കിട്ടാവുന്ന കാര്യങ്ങളുള്ളൂ നോർത്ത് ഇന്ത്യൻ വെഡിങ്സ് ഒന്നും. അത് റിയൽ ഫാക്റ്റാണ്. അല്ലാതെ പിന്നെ പഠിക്കേണ്ട സ്കില്ല്, സെയിൽസ് സ്കില്ല് വേണം, ലാംഗ്വേജ് വേണം. അപ്പോൾ ഇത് ആ ക്ലാസ്സിന് വന്നപ്പോൾ ഒരാൾ എനിക്ക് നോർത്ത് ഇന്ത്യൻ വർക്ക് കിട്ടിയിട്ടില്ല, ഞാൻ കുറേ കമ്പനീസിന് നോർത്ത് ഇന്ത്യൻ വർക്ക് എടുത്തിട്ടുണ്ട്, എന്നാൽ പോലും എനിക്കത് കിട്ടുന്നില്ല. ഒരു വർക്ക് കൺഫേം ആയി വന്നതാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കത് സംസാരിച്ചിട്ട് പിന്നെ കിട്ടില്ല. പക്ഷേ അവിടെ ഒന്നല്ലെങ്കിൽ അയാളുടെ ആ സെയിൽസ് സ്കില്ല് അയാൾക്ക് ഉണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ ആ ലാംഗ്വേജ് ബാരിയർ കൊണ്ടായിരിക്കാം അത് കൺവേർട്ട് ആവാഞ്ഞത്. അപ്പോൾ അതിന് ലാംഗ്വേജ് ഒരു ബാരിയർ ആണെങ്കിൽ അത് പഠിക്കുക തന്നെ വേണ്ടേ? വേണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞുതരാം. ലാംഗ്വേജ് പഠിച്ചത് കൊണ്ട് മാത്രം, അതായത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഫ്രണ്ട് ഡെസ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ട സാധനം നോളജ് അല്ല, ലാംഗ്വേജാണ്. എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ അറിയണം. എനിക്ക് 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ പൊട്ടെന്ന് പറഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ തോൽക്കുന്നു പറഞ്ഞിട്ട് എന്നെ നൈറ്റ് ക്ലാസ്സിന് ഇരുത്തിയിട്ടുള്ളതാണ്. അതായത് തോക്കാൻ പോണ പിള്ളേർക്കുള്ള ക്ലാസ്സാണ് നൈറ്റ് ക്ലാസ്. മനസ്സിലായേ? ക്രിസ്മസ് കഴിയുമ്പോൾ അവർ അസസ് ചെയ്യും ഇത്ര കുട്ടികൾ തോൽക്കും. അപ്പോൾ ഈ കുട്ടികൾക്ക് സ്പെഷ്യൽ കെയർ കൊടുത്തിട്ട് രാത്രിയിലൊക്കെ ഇരുത്തി പഠിപ്പിച്ച് അവനെ എങ്ങനെയെങ്കിലും പാസ്സാക്കി സ്കൂളിൻ്റെ പേര് രക്ഷിക്കുക എന്ന് പറയുന്ന പരിപാടിയാണത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചെങ്കിൽ അത് അറിഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഈ ഒരു സാധനത്തിൽ നിന്ന് എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തുന്നത് നമ്മൾ ആ ഭാഷ പഠിക്കാനായിട്ട് എഫേർട്ട് ഇട്ടുന്നുള്ളൂ. പിന്നെ +2 ചെല്ലുമ്പോൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു ഗംഗാധര മാഷുണ്ട്. മാഷാണ് എൻ്റെ ഈ ഭാഷ. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇഷ്ടമാണ് പണ്ടും ചെറുപ്പത്തിൽ. ഞാൻ വെറുതെ ഇങ്ങനെ പേപ്പറിലൊക്കെ നമ്മൾ കൂട്ടക്ഷരമില്ലേ നമുക്ക് ഇന്ന് ഈ പിള്ളേർ പഠിക്കുന്ന എന്താണ് അതിനെ കർസീവ് റൈറ്റിംഗ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കർസീവ് റൈറ്റിംഗ് പേപ്പറുകൾ എഴുതി ഞാൻ നിറയ്ക്കും ഇംഗ്ലീഷ്. എന്താ എഴുതണേന്ന് തമ്പുരാന് മാത്രമേ ഉള്ളൂ അറിയില്ല. അതേപോലെ എന്താ എഴുതണേന്ന് അറിയില്ല. ആ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു എഫേർട്ട് നമ്മൾ ഇടുമ്പോൾ ലാംഗ്വേജ് പഠിക്കാം. ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റണില്ല എന്ന് ചോദിച്ചാൽ ചിലർക്ക് അത് അത്ര സ്കില്ല് എളുപ്പമല്ല. നമുക്ക് ലാംഗ്വേജ് അറിയുന്ന ഒരാളെ ഇതിനു വേണ്ടി ഹയർ ചെയ്യാമല്ലോ. നമുക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ എന്താ, സെയിൽസിനും മാർക്കറ്റിങ്ങിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് സ്കില്ലുള്ള ഒരാളെ ഹയർ ചെയ്യുക എന്നുള്ളതാണ് അതിന് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇത് പിന്നെ രണ്ടാമത്തെ കേസ് പറഞ്ഞത് സെയിൽസ് സ്കില്ലാണ്.
ഇതും പഠിക്കുക വേണം. ഇതാരും ജനിക്കുമ്പോഴേ സെയിൽസ്മാനോ സെയിൽസ് ഗേളായിട്ടൊന്നും ജനിക്കുന്നില്ല. എല്ലാവരും പഠിച്ചിട്ട് തന്നെയാണ്. നമുക്ക് ഒരു പോയിന്റിൽ എൻ്റെ ലൈഫിൽ എനിക്കറിയാം, ഞാൻ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും വെറുത്ത ഒരു ജോലി ഉണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്ന് ശബ്ദം ചെയ്തത് ഇനി ഞാൻ സെയിൽസ് ചെയ്യാം. പക്ഷെ അതാണ് ഞാനിപ്പോൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ പഠിക്കേണ്ട രീതിയിലും പഠിപ്പിക്കേണ്ട രീതിയിലും അത് പഠിക്കാത്തതുകൊണ്ട് ഇതെന്തോ വൃത്തികെട്ട ആൾക്കാരെ പിന്നാലെ സാർ ഇതൊന്ന് വാങ്ങും സാർ. അപ്പോൾ അവർ റിജക്ഷൻ. ഞാൻ സെയിൽസിലായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ. ഞാൻ സെയിൽസിൽ തന്നെ ആയിരുന്നു. ഈ ഒരു ഞാനിതിൻ്റെ ഒരു കോർ സാധനം മനസ്സിലാക്കിയപ്പോഴാണ് ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ പരിപാടിയാണ്. നമ്മൾ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ നോക്കുമ്പോഴാണ് നമ്മൾ ഫെയിൽ ആവുക. ആൾക്കാർ വാങ്ങുമ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആവും. ആൾക്കാർ വാങ്ങാനായിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യൽ മാത്രം നമ്മൾ അത് മാത്രമേ ചെയ്യുള്ളൂ. ചിലർക്ക് നമ്മുടെ സാധനം ആവശ്യം ഉണ്ടാവില്ല. അവരെ തലയിൽ അടിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. വേണ്ട, നിങ്ങൾ അടുത്ത ആളുടെ നിന്ന് വാങ്ങിച്ചോളൂ. നമുക്ക് അവരെ വിടാനായിട്ട് നമ്മൾ പോകാൻ അനുവദിക്കുമെന്ന് പറയില്ലേ, നമ്മൾ അവരെ പോകാൻ അനുവദിക്കണം. ഇത് ചെയ്യില്ല. ഇവരെ കൊണ്ട് എന്തെങ്കിലും കൂടായ്പ പറഞ്ഞ് ഈ സാധനം വാങ്ങിപ്പിച്ച്, ഇപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഈ സാധനം നമ്മുടെ സർവീസ് വാങ്ങിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവർ എക്സ്പെക്ട് ചെയ്യണ സാധനം ആവില്ല നമുക്ക് ഡെലിവറി ഉണ്ടാവുക. അപ്പോൾ കംപ്ലൈൻറ്റ് തുടങ്ങും, പേയ്മെൻറ്റ് ഇഷ്യൂ വരും. റൂട്ട് കോസ് എന്ന് പറയുന്നത് യു ആർ സെർവിങ് റോങ് കസ്റ്റമർ. അവിടെ ആ ഒരു ക്വസ്റ്റ്യനും കൂടി വന്നാൽ കൊള്ളാന്നുണ്ട്. അതായത് സെയിങ് നോ ടു ദ റോങ് കസ്റ്റമർ എന്നുള്ളൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഇതേ ഇപ്പം വെഡ്ഡിങ് കമ്പനീസ് എന്തുകൊണ്ടാണ് സക്സസ്ഫുൾ ആവണമെന്ന് വെച്ചാൽ, ഇപ്പം അവരുടെ ഒരു സ്റ്റാർട്ടിങ് പാക്കേജ് ഉണ്ടാവും. ഇപ്പോൾ പറയുമ്പോൾ തന്നെ ഫോൺ വിളിച്ച് നിങ്ങൾ ഏത് വെഡ്ഡിങ് കമ്പനിയിൽ വെറുതെ റാൻഡമായിട്ട് ഫോൺ എൻക്വയറി ചെയ്ത് ചോദിച്ചു, നമ്മുടെ പാക്കേജസ് 1,80,000 സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയും. അവിടെ തന്നെ ഫസ്റ്റ് ഫിൽട്രേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കാശില്ലാത്തവർ ഇങ്ങോട്ട് വരണ്ട, ആ ഫിൽട്രേഷൻ അവിടെ കഴിഞ്ഞു. ഇതേപോലെ ഓരോ ഫിൽട്രേഷൻ കഴിഞ്ഞ് കറക്റ്റ്, അതായത് കസ്റ്റമറും ഈ സർവീസ് കൊടുക്കുന്ന ആളും, അതായത് നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സും മാച്ച് ആവണം. ഇവരുടെ ബഡ്ജറ്റ് മാച്ച് ആവണം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബഡ്ജറ്റ് മാച്ച് ആവണം, നമ്മുടെ സ്റ്റൈലും മാച്ച് ആവണം, ഇവരുടെ സ്റ്റൈലും മാച്ച് ആവണം, അവരുടെ എക്സ്പെക്ടേഷൻ മാച്ച് ആവണം. ഇതെല്ലാം മാച്ച് ആവണം. അങ്ങനെ മാച്ച് ആയവരെ സെർവ് ചെയ്യാവൂ. അല്ലാത്ത അത് മാച്ച് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ മാച്ച് അല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ പ്രശ്നങ്ങളാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും വർക്കാവില്ല അതിൽ. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ സെർവ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. കാശ് കിട്ടാനും ഒരു ബുദ്ധിമുട്ട്. അത് പലപ്പോഴും ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവില്ലേ? കാരണം നമ്മളെ അപ്രോച്ച് ചെയ്യുന്നു, നമ്മളൊരു ക്ലയൻറ്റ് പെർസ്പെക്റ്റീവിൽ തിങ്ക് ചെയ്യണം. നമ്മളൊരു ക്ലയൻറ്റ് അപ്രോച്ച് ചെയ്യുന്നു, എന്നിട്ട് അയച്ചു തരുന്ന ഫോട്ടോസും വീഡിയോസും മറ്റേതോ കമ്പനികളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ആണെങ്കിൽ അയച്ചു തന്നെ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റും ആയിരിക്കും, റെഫറൻസ് ഒക്കെ അയച്ചു തരുന്നത്. ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കമ്പനിയുടെ ഇത് തന്നെ ആയിരിക്കും അയച്ചു തന്നെ. അങ്ങനെ ഒരു സാധനം ചെയ്യാനാണെങ്കിൽ പിന്നെ അത് അവരെ തന്നെ അപ്രോച്ച് ചെയ്താൽ പോരെ എന്നുള്ള ക്വസ്റ്റ്യൻ എനിക്ക് പലപ്പോഴും ചോദിക്കണം. ചോദിക്കണം. കാരണം ഇതിൽ സെയിൽസിൽ ഇപ്പം നമുക്കത് ചോദിക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മളൊരു എൻക്വയറി വരുമ്പോൾ കസ്റ്റമർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. ഞാൻ പെടുവോ, ഞാൻ കുടുങ്ങുമോ, ഇവരെന്നെ പെടുത്തോ, അതല്ലേ നമ്മൾ ലോക്ക്. ചിലര് സെയിൽസിൽ ലോക്ക് ചെയ്യും നമ്മളെ. ആ ഫിയർ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ മൈൻഡിന്റെ ബാക്കിൽ കിടന്ന് കളിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പരിപാടി, സാർ ഇതാ എക്സ്പെക്ട് ചെയ്യുന്നെങ്കിൽ സാറിന് അവിടെ നിന്ന് അത് നോക്കുന്നതല്ലായിരിക്കുമോ നല്ലത്, നമ്മുടെ സ്റ്റൈൽ. എന്നിട്ട് നമ്മുടെ ഇന്റർവ്യൂ നമ്മുടെ സ്റ്റൈലിങ് പറയുന്ന രീതിക്ക് നമ്മുടെ ടോണാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ ട്രെയിൻ ചെയ്യണമെന്ന്. ഇപ്പൊ ഞാൻ പറയുന്ന ടോൺ എന്ന് പറയുന്നത് അതായിരിക്കില്ലേ നല്ലതെന്ന് പറയുമ്പോൾ അവര് നമ്മൾ പുഷ് ചെയ്യല്ല എന്നവർക്ക് അപ്പം തന്നെ മനസ്സിലാവും. നിങ്ങൾ പോയാലും വിഷയമല്ല എന്നുള്ള ഒരു സാധനം നമുക്കും ആ ഒരു ആറ്റിറ്റ്യൂഡും എന്നാൽ പൊളൈറ്റായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ടോണിലിരിക്കും. ഇപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ക്ലയൻറ്റ് ചിന്തിച്ചു തുടങ്ങും, ഇവർ നമ്മൾ മറ്റൊരു പോലെയല്ലല്ലോ, ഇവർ പുഷ് ചെയ്യണില്ലല്ലോ, ബാക്കിയുള്ളവർ പുഷ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയാണ് സെയിൽസ് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസിലേ വരുള്ളൂ. നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് പല കസ്റ്റമേഴ്സിനെയും പറഞ്ഞ് മണ്ടത്തരങ്ങളും പറഞ്ഞ് റോങ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരിൽ നിന്ന് റിജക്ഷൻ മേടിച്ച് ഇങ്ങനെ റിഫൈൻഡ് ആയിട്ടാണ് ഈ പരിപാടി വരും. അപ്പോൾ അതാണ് അതിൻ്റെ പരിപാടി. നമ്മൾ എപ്പോഴും ആ ഒരു സാധനം മാച്ച് ആവണുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. നമ്മുടെ സ്റ്റൈല്, നമ്മുടെ കമ്പനി ഇങ്ങനത്തെ ടൈപ്പ് ആൽബമാണ് ഡെലിവറി ചെയ്യണത്. ചിലരെല്ലാത്തിനും അത് നമുക്ക് ചെയ്യാം, അത് സെറ്റാക്കാം സാർ എന്നൊക്കെ പറയും. എന്ത് സെറ്റാക്കണം, സെറ്റാക്കി കൊണ്ട് ചിലപ്പോൾ ഇത് സെറ്റാവില്ല.
അപ്പോൾ പിന്നെ ബാക്കി കിട്ടാനുള്ള കാശും പോയി, പിന്നെ ചീത്തപ്പേരുമായി. നമ്മളൊരു വർക്ക് പോയാൽ നമുക്ക് നഷ്ടപ്പെടാൻ എന്താ? ആ കസ്റ്റമർ പോയി വേറെ എവിടെയെങ്കിലും തല വെച്ച് കൊടുത്ത് ഇനി അവിടുന്ന് സാറ്റിസ്ഫൈഡ് അല്ലാതെ പോയാൽ എന്ത് സംഭവിക്കുക? കസ്റ്റമർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് തിരിച്ചു വരും. നമ്മുടെ അടുത്ത് വന്ന് സാറ്റിസ്ഫൈഡ് അല്ലാതെ പോയാൽ എന്ത് സംഭവിക്കും? കസ്റ്റമർ എന്നേക്കുമായിട്ട് അതിന് ഞാൻ മിക്കപ്പോഴും നമ്മുടെ ക്ലയൻസിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം കേട്ടോ. കാരണം നിങ്ങളൊരു മിനിമം ഞാൻ പറഞ്ഞില്ല, ഒരു 20 കൊട്ടേഷൻ ഒന്നും എടുക്കണമെന്ന് ഞാൻ പറയാനില്ല. കാരണം ദ മോർ യു ലുക്ക് അറ്റ് ഇറ്റ് ദ മോർ യു വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ മിനിമം ഒരു 5 കൊട്ടേഷനെങ്കിലും എടുക്കാം. ഞാൻ എൻ്റെ ഒരു ഇക്വേഷൻ ഞാൻ തന്നെ ബിൽഡ് ചെയ്തൊരു കാര്യമാണ്. അതായത് ഒരു 5 കൊട്ടേഷൻ അല്ലെങ്കിൽ മേ ബി ഒരു 10 കൊട്ടേഷൻ എടുത്തു, നോട്ട് മോർ ദാൻ ദാറ്റ്. ഒരു 5 കൊട്ടേഷൻ 10 കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ 5ൻ്റെ ആണെങ്കിലും 10ൻ്റെ ആണെങ്കിലും ഒരു ആവറേജ് കാണും. അതായത് ഇപ്പം 5-നകത്ത് ഒരു 3 പേരോ 4 പേരോ അല്ലെങ്കിൽ 10-നകത്താണെങ്കിൽ ഒരു 6 പേരോ 7 പേരെങ്കിലും ഒരേപോലത്തെ കൊട്ടേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ആ ഇവൻറ്റ്സിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ഇൻവോൾവ്മെൻറ്റ്. ബാക്കി തന്നേക്കുന്ന ഒരു 3 പേര് തന്നേക്കുന്നത് ലോ ബഡ്ജറ്റാണ്. അത് കോംപ്രമൈസ്ഡ് പാക്കേജാണ്. കോംപ്രമൈസ്ഡ് പാക്കേജ് മാത്രമല്ല, അതിൽ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ഡേഞ്ചർ, ഒരു പണി വരുന്നുണ്ട് എന്നുള്ള Discount മറ്റേ സിനിമയിൽ പറഞ്ഞു, ഒരു പണി വരുന്നുണ്ട് ഔറാച്ചാന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു ആ സാധനം നമ്മളിങ്ങനെ തലയിൽ ഇങ്ങനെ എക്കോ പോലെ വരണം, ഒരു പണി എവിടുന്നോ വരുന്നുണ്ട്. അതാണ് ആ 3 പേരിൽ ഒരാളെടുക്കുന്ന അത് 10 കൊട്ടേഷൻ എടുത്താലും 5 കൊട്ടേഷൻ എടുത്താലും അതിൽ നിന്ന് ഒരു 3 പേരോ 4 പേരോ ഒരേപോലെ തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ആക്ച്വൽ ഇവൻറ്റിൻ്റെ കോസ്റ്റ് ഇൻവോൾവ്മെൻറ്റ്. അത് ഏതൊക്കെ കമ്പനീസ് തന്നിട്ടുണ്ടോ അതിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ വാല്യൂ ഫോർ മണി കിട്ടും. അല്ലാതെ ഈ ആവറേജ് നമ്മളെല്ലാ കാര്യവും അങ്ങനെ തന്നെയാണല്ലോ, ഭൂരിഭാഗം എല്ലാവരും ഒരേപോലെ പറയുന്നുണ്ടെങ്കിൽ അതാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാറുള്ളത്, നമ്മൾ ഒരിക്കലും നമുക്കൊരു ഇപ്പം ഞാൻ എന്ന ഫോട്ടോഗ്രാഫറെ അബി എന്ന ഫോട്ടോഗ്രാഫറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് എങ്ങനെ കമ്പയർ ചെയ്യാം? ആർട്ട് ഇപ്പോഴും ആർട്ട് എന്നല്ല, നമ്മൾ 2 വ്യക്തികളാണ്. നമ്മൾ ഡെലിവർ ചെയ്യുന്ന സാധനം നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ശരിയാണ്, അതേ സാധനം ഏകദേശമൊക്കെ അതേപോലെയൊക്കെ ഇരിക്കും, ചിന്ന പൊടിക്കുക എന്നൊക്കെ പോലെ നമുക്ക് സാധനം ചെയ്യാം. പക്ഷേ അല്ലാത്തത് എങ്ങനെയാണ് ഇത് കമ്പാരിസൺ പോസിബിൾ ആവണേ? അപ്പോൾ നമ്മൾ ഇനീഷ്യലി ആൾക്കാർ ചെയ്യുന്നത് എല്ലായിടത്തും കൊട്ടേഷൻ വാങ്ങിക്കുന്നിട്ട് ഏത് പ്രൈസ് കുറവൊക്കെ നോക്കിയിട്ട് ഇത് കുറച്ചും കൂടി കൊണ്ട് എന്തൊക്കെ സാധനം കിട്ടും ഇതൊക്കെയാണ് നോക്കണേ. അതായത് കൂടുതലും എനിക്ക് തോന്നുന്നത് ആ നമ്പർ ഓഫ് തിങ്സ് എന്തൊക്കെ കിട്ടും ഇതിൽ, ഇതിൽ ബാഗ് ഉണ്ടോ, ഫോട്ടോ ഫ്രെയിം കിട്ടുമോ, മനസ്സിലാവുണ്ടോ? ഇങ്ങനെയുള്ള ചീപ്പ്, അതായത് ഏറ്റവും ചീപ്പ് സാധനങ്ങളാണ് അതൊക്കെ. ഒരു വെഡ്ഡിങ്ങിൽ ലാസ്റ്റ് നമ്മൾ ഈ തുണിക്കടയിലൊക്കെ പോയിട്ട് സാരിയൊക്കെ മേടിച്ച് വരുമ്പോൾ ഒരു 1 ലക്ഷം രൂപയുടെ സാധനം മേടിച്ച് കഴിയുമ്പോൾ ബാഗും സൂട്ട് കേസൊക്കെ കിട്ടില്ലേ, അത് നമ്മൾ മെൻഷൻ ചെയ്യും കൊട്ടേഷൻ. സൂട്ട് കേസ് ഇതിൻ്റെ കൂടെ ഉണ്ടാവും, അതായത് ബാഗ്, പിന്നെ ഫോട്ടോ ഫ്രെയിം ഒരെണ്ണം, മിനി ബാഗ്. ഇത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ എല്ലാ ഫോട്ടോഗ്രാഫർമാരും. കാരണം അത് കോംപ്ലിമെന്ററി ആയിട്ടുള്ള സാധനമാണ്, അത് എല്ലാവരും കൊടുക്കുന്ന സാധനമാണ്. അത് ഈ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ ജോമോൻ. കാരണം ഞാൻ മിക്കപ്പോഴും ഡെഫിനറ്റ്ലി നമ്മളൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ കൊട്ടേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാണ് ഈ പറഞ്ഞ ഡെഫിനറ്റ്ലി ദർ ആർ കോംപ്ലിമെൻ്ററി ഐറ്റംസ് ഉണ്ട്, അതൊന്നും നമ്മൾ മെൻഷൻ ചെയ്യണം എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. പക്ഷേ മിക്കവരും ചെയ്യുന്നൊരു കാര്യം കോംപ്ലിമെൻ്ററി പ്രീ വെഡിങ് ഷൂട്ട്, കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ്. ഞാൻ അതിന് ടോട്ടലി അഗെയിൻസ്റ്റ് ആട്ടോ. കോംപ്ലിമെൻ്ററി പ്രീ വെഡിങ് ഷൂട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് കോംപ്ലിമെൻ്ററി എന്നുള്ള വേർഡിൽ വരേണ്ടതല്ല ഈ പ്രീ വെഡിങ് ഷൂട്ട് അല്ലെങ്കിൽ ഡ്രോൺ കോംപ്ലിമെൻ്ററി എന്ന് പറയാൻ കണ്ടിട്ടുണ്ട്. ഈ ഡ്രോൺ കോംപ്ലിമെൻ്ററി അല്ലെങ്കിൽ പ്രീ വെഡിങ് ഷൂട്ട് അത് കോംപ്ലിമെൻ്ററി അല്ല, ആ കോസ്റ്റ് ഇൻവോൾവ് ചെയ്തിട്ടാണ് അവർ തരുന്നത്. പക്ഷേ ആ കോംപ്ലിമെൻ്ററി എന്ന് പറയുന്ന കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ആൽബം ബാഗ്, പെൻ ഡ്രൈവ്, ഫോട്ടോ ഫ്രെയിംസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് കോംപ്ലിമെൻ്ററിയിൽ എടുത്താൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പ്രീ വെഡിങ് കോംപ്ലിമെൻ്ററി, ഡ്രോൺ കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് കോംപ്ലിമെൻ്ററി തിങ്സ്. അത് കോസ്റ്റ് ഇൻവോൾവ് ആണ്. അപ്പോൾ നിങ്ങൾ അത് കോംപ്ലിമെൻ്ററി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും സൈഡിൽ അത് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ ആ ബഡ്ജറ്റ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്? അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ കോംപ്ലിമെൻ്ററിയിൽ പെടുന്നൊരു സംഭവം അല്ല ശരിക്കും. അതെ, അത് ഇപ്പം ഇൻഡസ്ട്രിയുടെ ഒരു പ്രശ്നം കൂടിയാണ്. ഇപ്പം നമ്മൾ കോസ്റ്റ് കുറച്ച് കൊണ്ടുവന്ന് അത് കൂടുതൽ എന്താ പ്രശ്നം വെച്ചാൽ വെഡ്ഡിങ് കമ്പനീസ് അല്ല അത് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ഫോട്ടോഗ്രാഫേഴ്സ്, ഫ്രീലാൻസേഴ്സ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഇത് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ലേ, അത് മാത്രം കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, മനസ്സിലായോ? മാർജിൻ വേണ്ട, പ്രോഫിറ്റ് വേണ്ട. നമ്മളൊരു വെഡ്ഡിങ് കമ്പനി എന്ന് വരുമ്പോൾ അതല്ലാണ്ട് ഇതിന് റണ്ണിങ് കോസ്റ്റും പരിപാടികളൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ
ആ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ടൈംലി ഡെലിവറി പോലുള്ള പരിപാടികൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ട്. ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഒന്നും കിട്ടിയില്ലെങ്കിൽ സാരില്ല ചങ്ങാതി, വെറുതെ ഇരിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് വർക്ക് പിടിക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ കോംപ്ലിമെൻ്ററി പരിപാടി. ഇനി ഈ കോംപ്ലിമെൻ്ററി സാധനം കണ്ടിട്ട് വർക്ക് ഏൽപ്പിക്കുന്ന മിക്കവാറും ആൾക്കാർ എൻ്റെ ഒരു കാഴ്ചപ്പാട് ചീപ്പ് കാറ്റഗറിയിൽ വരുന്ന ക്ലയൻസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ചീപ്പ് ക്ലയൻസിനെ മതിയെന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഏത് ഇങ്ങനെയുള്ള ഗിമിക്സ് ഉപയോഗിക്കുക. ആൽബം ബാഗ് തരാം, 2 ഫോട്ടോ ഫ്രെയിം തരാം. അപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം കൂടി അടിക്കണമെങ്കിൽ എത്ര കോസ്റ്റ് വരും നമുക്കറിയാം. ഇത്ര കേസുള്ളൂ. അപ്പോൾ ഒരു 80,000 അല്ലെങ്കിൽ 1 lakhന്റെ ഒരു സാധനത്തിൽ ഒരു കലണ്ടറും കൂടി കൊടുക്കാനായിട്ട് ഇത്ര പൈസയുള്ളൂ. അപ്പോൾ അതാ നമ്മൾ ആരെയാണ്, ഏത് കാറ്റഗറി ഓഫ് ക്ലയൻറ്റിനെയാണ് സെർവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. ചീപ്പായിട്ടുള്ള ആൾക്കാർക്ക് ചീപ്പായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അവരത് ചെയ്തോട്ടെ, ഞാനതിന് എഗെയിൻസ്റ്റ് ഒന്നുമല്ല. എല്ലാവർക്കും കല്യാണം കഴിക്കണമല്ലോ. ഇപ്പം നമുക്ക് ഹൈഫൈ ക്ലയൻറ്റിന് മാത്രമല്ല, എല്ലാവർക്കും കല്യാണം കഴിക്കണം, എല്ലാവർക്കും ഫോട്ടോഗ്രാഫർമാരും വേണം. അപ്പോൾ ആ കാറ്റഗറി ഓഫ് ഫോട്ടോഗ്രാഫേഴ്സ് അവരെ സെർവ് ചെയ്യുക. പക്ഷേ ഒരു ബിസിനസ്സായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മുടെ ടാർഗറ്റ് ക്ലയൻറ്റ് ഏതാണെന്ന് ചിന്തിക്കണം. അത്രേ നമ്മൾ ഫിൽട്രേഷൻ ചെയ്തിട്ട് വേണം. നമ്മളാണ് ക്ലയൻറ്റിനെ സെലക്ട് ചെയ്യുന്നത്, അവരല്ല. അതാണ് സെയിങ് നോ ടു ദ അതെ പറയാനുള്ള കാരണം. പിന്നെ ഈ ഇതിനകത്ത് വേറൊരു കാര്യം, ഇപ്പം നമ്മുടെ ഇടയിൽ അതൊരു ഒരു കോൺഫ്ലിക്റ്റ് ക്വസ്റ്റ്യൻ ആണോ എന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട്. കാരണം മിക്കപ്പോഴും ഞാൻ ഇതിനകത്ത് ഫ്രീലാൻസേഴ്സ് നമ്മൾ കുറേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വർക്ക് പ്രോജക്റ്റ് നമ്മൾ വന്ന് ഷൂട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഈ പ്രോജക്റ്റിൻ്റെ ഒരു ഔട്ട്പുട്ട് ഫയൽസ്, കാരണം ഇവരുടെ പേജിൽ ഇട്ടോട്ടേന്നോ അല്ലെങ്കിൽ മറ്റുള്ള അവർക്ക് പേഴ്സണൽ ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതിൽ ജോമൻ എന്തെങ്കിലും ഒരു എങ്ങനെയെങ്കിലും ഒരു അതൊരു കോൺഫ്ലിക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതെ ഫ്രീലാൻസേഴ്സ് ഇപ്പം നമ്മൾ ഫ്രീലാൻസേഴ്സിനെ നമ്മൾ ഒരു വെഡിങ് കമ്പനി വർക്കിന് വിളിക്കാന്ന് ചോദിച്ചു. അവർ ഫ്രീലാൻസേഴ്സ് ആണെങ്കിൽ കൂടെ അവർ ഈ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അന്നത്തെ ദിവസം അവർ കമ്പനിയുടെ ഒരു എംപ്ലോയി ആണ്. ശരി, അപ്പോൾ കമ്പനിയുടെ ബ്രാൻഡിനെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരാണ്, റൈറ്റ്? അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു 2 സൈഡ് ഉണ്ട്. ടെക്നിക്കലി ഇത് കോപ്പിറൈറ്റ് ഈ ഫോട്ടോഗ്രാഫറുടെയാണ് ടെക്നിക്കലി, കമ്പനിയുടെയാണ്. അല്ല, കമ്പനിയുടെ അല്ല, ഫോട്ടോഗ്രാഫറുടെയാണ് ടെക്നിക്കലി. കാരണം എൻ്റെ ക്യാമറയിൽ എടുക്കുന്നത് എൻ്റെ ഫോട്ടോസാണ്, എൻ്റെ കോപ്പിറൈറ്റുള്ള ഫോട്ടോസാണ്. അതിൽ എക്സിഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെ കിട്ടും. പക്ഷേ എത്തിക്കലി അത് കമ്പനിയുടെയാണ്, കമ്പനിയുടെ ക്ലയൻ്റാണ്, കമ്പനിയുടെ എഫേർട്ടാണ്, കമ്പനിയുടെ ബ്രാൻഡാണ്, അതൊക്കെ കമ്പനിയുടെയാണ്. സോ ഇതിനെങ്ങനെ വേണമെങ്കിൽ നമുക്ക് പെർസീവ് ചെയ്യാം. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുക, അത് അവരെ പെർമിഷൻ, ഒരു വെഡിങ് കമ്പനിയുടെ പെർമിഷൻ ഇല്ലാതെ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൈവറ്റ് പോർട്ട്ഫോളിയോ നമുക്ക് ബിൽഡ് ചെയ്യാം. ഇപ്പോൾ ഒരു PDF ഉണ്ടാക്കി വെക്കണതിന് കമ്പനിയുടെ പെർമിഷൻ ആവശ്യമില്ല. ഞാനെടുത്ത ഫോട്ടോസ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നത് പോലെയല്ല നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അത് മിസ്യൂസ് ചെയ്യുന്ന ഒരു സംഭവങ്ങളും വരാറില്ലേ ശരിക്കും? അങ്ങനെ ഉണ്ട് അത്. പക്ഷേ നമുക്കത് ഇപ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫർ ആയാലും അയാൾക്കും ഗ്രോ ചെയ്യണമല്ലോ. അപ്പോൾ അയാൾക്കൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം, അയാൾക്ക് ഗ്രോ ചെയ്യണം. അയാൾക്ക് വേറൊരു വെഡിങ് കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അയാളുടെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഇതാണ്. അത് പക്ഷെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആവണതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം അത് പബ്ലിക് ഡൊമൈനിലേക്ക് അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരും. അപ്പോൾ അത് ഈ വെഡിങ് കമ്പനിയുടെ ക്ലയൻറ്റ് തന്നെ ഇതും കാണുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. അത് നമ്മുടെ അതിനകത്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അശ്വിൻ, വെഡിങ് വെൽസിലെ അശ്വിൻ അത് ആൻസർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ആ പുള്ളിനെയാണ് അതിനകത്ത് എടുത്ത് ചോദിക്കാൻ കാരണം, ആ ഒരു സ്റ്റുഡൻറ്റ് അന്ന് ക്ലാസ്സിന് വന്നപ്പോൾ പുള്ളി ചോദിച്ചാണ്, ഞാൻ പല വെഡിങ് കമ്പനീസിൻ്റെയും വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഫോട്ടോസൊന്നും എനിക്ക് ഇടാനുള്ള ഒരു റൈറ്റ്സ് ഇല്ല. ഇടാനുള്ള റൈറ്റ്സിൻ്റെ അല്ല, അത് എത്തിക്കൽ പ്രശ്നമാണ്. അത് റൈറ്റ് റോങ്, ഇപ്പം അത് ശരി തെറ്റിൻ്റെ പ്രശ്നമല്ല, അതൊരു അവകാശത്തിൻ്റെയും പ്രശ്നമല്ല. ഞാനിപ്പോൾ ഈ അടുത്ത് വേറൊരു അതിൻ്റെ ഒരു നല്ലൊരു സംഭവം കൂടി കേട്ടോ ഞാൻ പറഞ്ഞ ഒരു കമ്പനി, നമുക്കറിയാവുന്ന ഒരു കമ്പനി തന്നെ അത് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രീലാൻസേഴ്സ് ആണെങ്കിലും
വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അവർ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ അതിൻ്റെ ആക്സസ് ഫുൾ അവർക്കറിയാം. അതെ. പിന്നെ വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ വെഡ്ഡിങ് കമ്പനീസ് ഇതൊരു മേജർ ഇഷ്യൂ ആക്കി എടുക്കേണ്ട കാര്യം പോലും ഇല്ല. ഇപ്പോൾ വരുന്ന ഒരാൾ അയാളുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പടം പോസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ ബിസിനസ് ഒന്നും പോകാൻ പോകുന്നില്ല. ഡെഫിനറ്റ്ലി ഇല്ല. കാരണം ആ ഫോട്ടോഗ്രാഫർ മാത്രമല്ല ആ വർക്കിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അയാൾ ജസ്റ്റ് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും പരിപാടികളും അതിൻ്റെ ക്ലയൻറ്റ് ഡീലിംഗ് തൊട്ട് സകല സാധനങ്ങളും വേറെ ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ഇഷ്യൂ ആക്കേണ്ട കേസ് പോലുമില്ല. ഇനി അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാൾ അടുത്ത വർക്കിന് വിളിക്കേണ്ടെന്ന് മാത്രം. നിങ്ങൾക്ക് താല്പര്യം മിസ്യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനകത്ത് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ അത്രേ ഉള്ളൂ. അതൊരു കസ്റ്റമർ കംപ്ലൈന്റ് ആയിട്ടോ അതൊക്കെ വരികയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ഓരോ കമ്പനിയെ. പക്ഷെ ശരിക്കും ഇത് നമ്മളുടെ അനുവാദമില്ലാതെ, ക്ലയന്റിന്റെ അനുവാദമില്ലാതെ നമ്മളത് പോസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ കൺസേണേക്കാളും കൂടുതലും ക്ലയന്റിന്റെ കൺസേൺ ആയിട്ട് മാറും. അല്ലേ? എൻ്റെ വെഡിങ്ങിന് വന്നിട്ട് ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യാണ്, വേറൊരാൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അനുവാദം ഇല്ലാണ്ട് പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് ഒരു കംപ്ലൈൻറ്റ് ആണെങ്കിൽ റൈസ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് ഇപ്പം നമ്മൾ സാധാരണ വെഡ്ഡിങ് കമ്പനീസ് എന്താ വെച്ചാൽ കൊളാബ് ചെയ്തിട്ടാവും ചെയ്യാം, പെർമിഷനോട് കൂടിയിട്ടാവും ചെയ്യാം. ക്ലയൻറ്റിൻ്റെയും കൂടെ അവർ അത് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാവും ക്ലയൻറ്റ് മിക്കവാറും. അപ്പം അങ്ങനെയുള്ളത് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനകത്തൊരു ഇത് ചോദിക്കാനുള്ളത്, ഞാൻ ഇവിടെ മിക്കപ്പോഴും ഫോളോ ചെയ്യണം. കാരണം ആൽബം ഇത് ഞാൻ പണ്ടും ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞത്, ആൽബം ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഓണേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ പരമാവധി ആൽബം ഡെലിവറി ഡയറക്റ്റ് നമ്മൾ പോയി ചെയ്യാതിരിക്കുക എന്നുള്ളൊരു സിസ്റ്റം ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മിക്കവരും ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. അതൊരു ഓണേഴ്സ് പോയി ആൽബം ഡെലിവറി പോയി ചെയ്ത് കൊടുത്തിട്ട് പേയ്മെൻറ്റ് മേടിക്കുക എന്നുള്ളത്. ആ ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ആണ്. നമ്മൾ പേയ്മെൻറ്റ് ആൽബം കൊണ്ട് കൊടുത്തിട്ടേ പേയ്മെൻറ്റ് മേടിക്കുക. എന്താണെന്നറിയോ, ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ സാധനമാണ്, പൈസ ചോദിക്കാൻ പേടിയാണ്. അതുകൊണ്ടാണ് അതായത് നമ്മൾ എങ്ങനെ പൈസ ചോദിക്കുക, അതൊക്കെ എന്തോ നമുക്കതൊന്നും ശീലമില്ല. ബുദ്ധിമുട്ട് അഡ്വാൻസ് ചോദിക്കാൻ വരെ ബുദ്ധിമുട്ടാണ്. വർക്ക് ഏൽപ്പിച്ചിട്ട് അഡ്വാൻസ് ചോദിച്ചിട്ട് എൻ്റെ വർക്ക് പോയിട്ടുണ്ട്. അഡ്വാൻസ് ചോദിച്ചിട്ട് വർക്ക് ഏൽപ്പിച്ചിട്ട് അല്ല, ഈ അഡ്വാൻസ് തരുമെന്ന് ചോദിക്കാൻ പോലും കൺഫേം ആട്ടോ അതൊക്കെ സെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഡ്വാൻസ് വാങ്ങിക്കാൻ പോലും പേടി ആൾക്കാർക്ക്. ചിലർ അഡ്വാൻസ് ഒന്നും വാങ്ങിക്കില്ല, എന്നിട്ട് വർക്കിൻ്റെ ഒരാഴ്ച മുമ്പ് ഇത് വിളിച്ച് ക്യാൻസൽ ആയി പോകുക, അങ്ങനത്തെ കേസുകളൊക്കെ വരും. അപ്പോൾ ഈ ആൽബം ഡെലിവറി ശരിക്കും ഞാൻ പറയാറില്ല, നമ്മൾ ഒരു ഫോട്ടോഗ്രാഫേഴ്സ് ആയാലും വെഡ്ഡിങ് കമ്പനി ഓണേഴ്സ് ആയാലും ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എക്സ്പേർട്സ് ആണ് ഈ കാര്യത്തിൽ. അല്ലേ? നിങ്ങൾക്ക് ഫോട്ടോ നിങ്ങളുടെ വെഡ്ഡിങ്ങിന് ഫോട്ടോസ് എടുക്കാനായിട്ട് എക്സ്പേർട്ടായ എന്നെ നിങ്ങൾ വിളിക്കുകയാണ്, പേയ്മെൻറ്റ് തന്നിട്ട് വിളിക്കുകയാണ്. സോ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഒരു എക്സ്പേർട്ടിൻ്റെ ആറ്റിറ്റ്യൂഡായിരിക്കണം സ്വാഭാവികമായിട്ടും. അല്ലേ? നമ്മൾ വെഡ്ഡിങ് ഡേയിൽ അന്ന് അവിടെ പോയിട്ട് സാർ ഇന്നത് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കും, സാർ ഇങ്ങോട്ട് മറിഞ്ഞ് നിൽക്കും, അങ്ങനെ തിരിഞ്ഞ് നിൽക്കും എന്നൊക്കെ പറയണത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം നമ്മൾ എക്സ്പേർട്ടാണ്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ 100% കോൺഫിഡൻസ് ഉണ്ട്, അവരത് അംഗീകരിക്കണോണ്ടാണ് അവർ അതിനനുസരിച്ച് നിൽക്കണേ. അല്ലെങ്കിൽ ഒന്ന് പോടച്ചക്ക ഞാനിങ്ങനെ നിൽക്കുള്ളൂ എന്ന് പറയില്ലേ അവർ. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ അതിനെ കമ്പയർ ചെയ്ത് ഡോക്ടർമാരുടെ ആറ്റിറ്റ്യൂഡായിട്ട്. ഡോക്ടേഴ്സ് എക്സ്പേർട്ടാണ്, നമ്മൾ അവരുടെ മുമ്പിൽ പോയിട്ട് പാവങ്ങളുടെ പോലെ ഇരിക്കുള്ളൂ. അവർ വാ തുറക്കാൻ പറയുമ്പോൾ തുറക്കും, നാക്ക് നീട്ടുമെന്ന് പറയുമ്പോൾ നീട്ടും. ഈ ഡോക്ടർമാരാരെങ്കിലും ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചില്ലറ തന്നാൽ മതി എന്ന് പറയണ കേട്ടിട്ടുണ്ട്? ഇല്ല, അവർ ഫസ്റ്റ് തന്നെ OP ടിക്കറ്റ് എടുക്കണം ഇല്ലേ? അപ്പം ഈ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോയ ആൽബം ഈ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ തന്നെ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാം അകലെയാണെങ്കിൽ, അല്ലെങ്കിൽ അടുത്തുള്ളവർക്കാണെങ്കിൽ നമ്മളുടെ അസിസ്റ്റൻറ്റിനെയോ ആരെങ്കിലും വിട്ട് പേയ്മെൻറ്റ് വാങ്ങിക്കുക എന്ന് പറയുന്നത് അഡ്വാൻസ് ആയിട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. വർക്കൊക്കെ കഴിഞ്ഞ് PDF ഫൈനൽ കൺഫർമേഷൻ പ്രിൻ്റ് അടിക്കാം എന്ന് പറയുന്ന കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഇട്ടിട്ട് പ്രിൻ്റ് അടിക്കുക, ഡെലിവറി ചെയ്യുക. അതാണ് ബെസ്റ്റ് സിസ്റ്റം. അതല്ലാണ്ട് പ്രിൻ്റും അടിച്ച് എല്ലാം കഴിഞ്ഞ് കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ വാതിക്കൽ മറ്റേ പണ്ട് നിൽക്കണ പോലെ ഇപ്പോഴും അത് ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യേണ്ടതാണ്. നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യണം ഇവര് പൈസ. അപ്പോൾ പറയും ഇപ്പൊ ഫണ്ടില്ല, അടുത്ത ആഴ്ച പോവാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ
ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് കടമൊക്കെ കയറി നിൽക്കുന്ന സമയത്താവും നമ്മൾ ഈ സാധനമൊക്കെ ആയിട്ട് മിക്കവാറും ചെല്ലുണ്ടാവുക. അപ്പോഴാണ് ഫണ്ടിന് ഷോർട്ടേജ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ അവരൊരു ഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് പ്രിന്റ് അടിച്ചാൽ മതിയല്ലോ. പിന്നെ എന്ന് വെച്ചാൽ ഈ പേയ്മെന്റ് കിട്ടാനുള്ള ഒരു ടെക്നിക്കല്ല, ഞാനൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന സാധനമുണ്ട്. ഓക്കെ. അതായത് ഒരു പേയ്മെന്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലയന്റിന് അയച്ചു കൊടുക്കും. ഇത്ര രൂപ നമുക്ക് അഡ്വാൻസ് കിട്ടി, ഓക്കെ. ഇന്ന ദിവസം ഇപ്പം ക്രിസ്ത്യൻ വെഡിങ് ആണെങ്കിൽ ബെട്രോത്തലിൻ്റെ അന്ന് ഇത്ര രൂപ വേണം, വെഡിങ്ങിൻ്റെ അന്ന് ഇത്ര രൂപ വേണം, ഫൈനൽ ആൽബം ഡെലിവറിക്ക് മുമ്പ്, അതായത് പ്രിന്റിങ്ങിന് കൺഫർമേഷൻ പറയുന്ന സമയത്ത് ബാലൻസ് എത്രയാണോ അത് സെറ്റിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ക്ലയന്റിന് ക്ലീൻ ആയിട്ടൊരു ഐഡിയ കിട്ടും. മിക്കവാറും കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ക്ലയന്റിന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ കല്യാണത്തിന്റെ അന്ന് വൈകുന്നേരം ചെന്നിട്ട് കുറച്ച് കാശ് വേണം, അപ്പോൾ ഈ കുറച്ച് എത്രയാണെന്നറിയില്ല, ഇവരത് എടുത്തു വെച്ചിട്ടുണ്ടാവില്ല, അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല, ക്ലാരിറ്റി ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ക്ലയന്റിന്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല, ആക്ച്വലി മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്താണ്. നമ്മൾ ഇതിനൊരു വ്യക്തമായൊരു റോഡ് മാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് മിനിമലിസ്റ്റിക് ആയിട്ട് ചെയ്യാന്നേ. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിപ്പോ വെഡിങ് കമ്പനിക്ക് ശരി, അവർക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസും പരിപാടികളും ഉണ്ട്. നമ്മളൊരു അല്ലാത്ത സാധാരണ ഫോട്ടോഗ്രാഫേഴ്സിനും ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. പക്ഷെ അത് ക്ലാരിറ്റി മാത്രമേ ആവശ്യമുള്ളൂ. നമ്മളിപ്പോ നമ്മുടെ ലൈവ് കാണുന്ന എല്ലാവരും, പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവരും എന്താ പറയുക, വെഡിങ് കമ്പനി ഓണേഴ്സ് ഒന്നാവില്ല. പക്ഷെ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആയി. അപ്പം അവര് കല്യാണത്തിന് റെഡി ആയിരിക്കുന്ന ആൾക്കാർ ഫോട്ടോഗ്രാഫർക്ക് വൈകുന്നേരം ആകുമ്പോൾ ഇത്ര രൂപ കൊടുക്കണം, അതെടുത്തൊരു കവറിലാക്കി മാറ്റി വെച്ചിട്ടുണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ചോദിക്കുക പോലും വേണ്ട. എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ക്ലയൻസ് മിക്കവരും പണ്ടത്തെ പോലെ അല്ല, കുറച്ചും കൂടി ഇപ്പൊ അവര് ആ ഒരു ക്ലാരിറ്റി വരാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു ഉള്ളതെല്ലാം നമ്മൾ ഒരു കൃത്യമായിട്ട് ഇത് പറയുമ്പോൾ അവർ അതിന്റെ കറക്റ്റ് പേയ്മെന്റ് സ്കെഡ്യൂളൊക്കെ കറക്റ്റ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് അവർ ചെയ്തിരിക്കും. പണ്ടത്തെ പോലെ ആ ഒരു അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് പുതിയ ജനറേഷനിലുള്ള ഇപ്പൊ ഗ്രൂമോ ബ്രൈഡോ ഒക്കെ ആണെങ്കിൽ അവർ ആ കാര്യത്തിലൊക്കെ വളരെ വർത്താനൊന്നുമില്ല. കാരണം ആരും വാട്സപ്പിലൂടെ കഴിയുന്നത്, ഞാൻ എല്ലാവരോടും പറയാൻ ശ്രമിക്കുന്നത്, കഴിയുന്നത് വാട്സപ്പിലൂടെ ഒരു എഗ്രിമെന്റ് കോൺട്രാക്ട് എടുക്കാതിരിക്കുക എന്ന് ഞാൻ പറയാറുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാ കപ്പിളിനാണെങ്കിലും എല്ലാ ക്ലയൻസിനാണെങ്കിലും ഒരു മെയിൽ ആക്സസ് ഉണ്ട്. ഒരു മെയിൽ അയച്ച് ആ ഒരു മെയിൽ അയച്ച് അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ അഡ്വാൻസോ അല്ലെങ്കിൽ ആ ഒരു പേയ്മെന്റ് മേടിക്കും, അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് എടുക്കാന്നുള്ളത് അതൊരു ലീഗൽ ബാക്കപ്പിന് ഹെൽപ്പ് ചെയ്യും. ഡെഫിനറ്റ്ലി ആണ് ലീഗൽ ബാക്കപ്പ് ആണത്. ഞാൻ എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അയച്ചു കൊടുത്തിട്ട് അതിനകത്ത് ഇതിനൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, ഇതൊക്കെ ഞങ്ങൾ എന്തിനാണ് ചെയ്യണതെന്ന് ചോദിച്ച ക്ലയൻസ് വരെ ഉണ്ട്. അങ്ങനെയുള്ള പ്രോജക്ട്സ് ഞാൻ എടുക്കാണ്ട് വരെ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻസ് നോക്കാമെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ അടുത്ത് ഒരു പ്രോജക്റ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കണം എന്ന് തന്നെ ഞാൻ പറയണം. അല്ലെങ്കിൽ അത് കൂടുതൽ ലീഗലായിട്ടാണ്. കാരണം ഇന്ന് എല്ലാവർക്കും മെയിൽ ആക്സസ് ഉണ്ട്, എല്ലാവർക്കും മെയിൽ അയച്ച് ഒരു കൺഫർമേഷൻ മേടിക്കാവുന്നേ ഉള്ളൂ. എല്ലാ കപ്പിളും അത് ഓക്കെയാണ്. കാരണം അത് കുറച്ചുകൂടി അവർക്ക് കുറച്ചുകൂടി നിങ്ങൾ പ്രൊഫഷണൽ ആണെന്ന് തോന്നുകയും ചെയ്യും. അൺപ്രൊഫഷണൽ ആയിട്ട് ഒരു വെർബലി വർക്ക് എടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാട്സപ്പിൽ മാത്രമേ ചാറ്റ് അയച്ചിട്ട് ലാസ്റ്റ് വാട്സപ്പ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ എന്ത് കൊടുത്തു, എന്ത് പ്രോമിസ്, ഫോൺ പോയാൽ തീർന്നു. ഇപ്പൊ എന്ത് പ്രോമിസ് ചെയ്തുകൊണ്ടും ചിലപ്പോൾ അറിയില്ല.